പിന്നെ ഇരുന്ന് കരയുന്നു. മോളെ എന്തോന്ന് കൊച്ചേ ഇത്? ഇത്ര മാത്രം ഇങ്ങനെ ഇരുന്ന് കരയാനായിട്ട് ഇവിടെ എന്തുണ്ടായി? ഞാൻ പറഞ്ഞില്ല അവരെന്നെ കളിയാക്കിന്ന്. കളിയാക്കി? എന്തിന് കളിയാക്കുന്നു? ഞാൻ പൈലറ്റ് ആവാൻ പോണെന്ന് പറഞ്ഞോണ്ട്. അന്ന് നിന്റെ ഫ്രണ്ട്സിന് അസൂയായോണ്ട് നിന്നെ കളിയാക്കിയത്, അല്ലാതെ എന്തോ പറയാ? അല്ല പിന്നെ അയ്യേ നിനക്ക് നാണാവുന്നില്ലടി? ഫ്രണ്ട്സ് കളിയാക്കിന്ന് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? അത് തന്നെ. എന്തോന്ന് മോളെ ഇത്? അവര് അല്ല അസൂയ ഉണ്ടെന്നും കളിയാക്കിയല്ല. പിന്നെ എന്റെ മോഡൽ എക്സാമിന്റെ മാർക്ക് അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇച്ചിരി കുറഞ്ഞു പോയി. എനിക്ക് ആ മാർക്കൊന്നും വെച്ചിട്ട് പൈലറ്റ് ആവാനൊന്നും പറ്റൂല. അതിനാണോ ഇടി നീ 10ാം ക്ലാസ്സിൽ എത്ര നല്ല മാർക്ക് വാങ്ങിച്ചാണ്? സ്കൂൾ ടോപ്പർ ആയിരുന്നല്ലേ? സ്കൂൾ ടോപ്പർ നീ ആയിരുന്നില്ലേ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും കുറച്ച് ഉഴപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞുപോയി. നീ ശരിക്കൊന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ടോപ്പർ ആവാൻ പറ്റും. പിന്നെന്താ? ഒന്നുമല്ല, പബ്ലിക് എക്സാം എത്താറായി. ഇനി പബ്ലിക് എക്സാം ആണ്. എടി മോഡൽ എക്സാമിനല്ലേ നിനക്ക് മാർക്ക് കുറഞ്ഞുള്ളൂ. മോഡൽ എക്സാമിന്റെ മാർക്കൊക്കെ ആര് നോക്കാനാണ്? പബ്ലിക് എക്സാമിന്റെ മാർക്കാണ് അവർ നോക്കുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റുന്നത്, ആ മാർക്ക് വെച്ചിട്ട്. അതിന് നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇനിയിപ്പോ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ ആണെങ്കിലേ അത് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. ഈ മാർക്കിനെ ബേസ് ചെയ്തൊന്നും അല്ല. എന്റെ മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്തോന്ന് മോളെ? അതെ, നീയേ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാ നല്ല മാർക്ക് കിട്ടും. നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയല്ലേ? അതല്ല അച്ഛാ, എക്സാം അടുത്ത് കഴിഞ്ഞ അച്ഛാ എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞൂടെ. ചാപ്റ്റേഴ്സ് കടല് പോലെ കിടക്കാണ്. മക്കളെ, പൊതുവെ എക്സാം ആവുമ്പോ എല്ലാ കുട്ടികൾക്കും ഒരു വിഷമവും പേടിയും ടെൻഷനും ഉണ്ടാവും. എടി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാ പഠിക്കാനായിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു തരില്ലേ? അതെ തന്നെ. പിന്നെ നിനക്ക് എന്താ, വളരെ കുറച്ച് സമയം മതി. 10 ദിവസം നീ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് റിവിഷനും കൂടി ഉണ്ടെങ്കിൽ നിനക്ക് നല്ല മാർക്ക് സുഖമായിട്ട് കിട്ടും. നീ മനസ്സിലാക്കണമെന്ന് മാത്രം. ഇവള് +2 പഠിക്കുമ്പോഴോ? എന്റെ കാര്യം തന്നെ നീ ഓർത്ത് നോക്ക്. +2ന്റെ അറിയണ്ട, ഊണും ഇല്ല ഉറക്കവും ഇല്ല, ഒരുമാതിരി പ്രാന്തികളെ പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങളെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന് വരെ വിചാരിച്ചു. മാനസികമായിട്ട് കൊച്ചൊക്കെ തകർന്നു പോയില്ലേ? അല്ലേ മണി? പിന്നെ അയ്യോ അത്ര ടെൻഷനായിരുന്നു എനിക്ക്, നിന്നെക്കാൾ അപ്പുറം. പക്ഷെ അച്ഛന്റെ ഒറ്റ വാക്കിലാണ് ഞാൻ പരീക്ഷ പോയി എഴുതിയത്. വേറൊന്നും അല്ല, അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പരിശ്രമിക്കാൻ പറഞ്ഞു. പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടണം. ഒന്നും പരിശ്രമിക്കാതെ കിടന്ന് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്താടി കാര്യം? എന്നിട്ട് ആ വാക്ക് വിശ്വസിച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ക്ലാസ്സിൽ ടോപ്പ് ആവാനും പറ്റി. അതാണ് അവളോട് പറഞ്ഞത് തന്നെ എനിക്ക് മോളോടും പറയാനുള്ളൂ. അത്രേ ഉള്ളൂ മോളെ. ഈ ബുദ്ധിയും കഴിവൊക്കെ രണ്ടും രണ്ടാണ്. അത് വ്യത്യസ്തങ്ങളാണ് എല്ലാ കുട്ടികളിലും. പിന്നെ ഒരു കാര്യം പറയാം, മക്കൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മാതാപിതാക്കളല്ല ഞങ്ങള്. മനസ്സിലായോ? നിനക്ക് എന്താവണോ അതാവാം. അത് എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇത്രയും സപ്പോർട്ടുള്ള പാരന്റ്സിന് എവിടെ കിട്ടും? എന്നിട്ടാണ് ഈ ടെൻഷൻ? നീ കേട്ടല്ലോ പറഞ്ഞത്. ഞാൻ എക്സാം എഴുതിയാ ജയിക്കോ? ഞാൻ എക്സാം എഴുതണ്ടെന്ന് വരെ ചിന്തിച്ച്. എന്റെ കൊച്ചെ, പറഞ്ഞില്ലേ പരീക്ഷ എടുക്കുമ്പോ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിഷമം ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അച്ഛൻ ഒരു കാര്യം പറയാം, മക്കള് കണ്ണൊക്കെ തുടച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഒരു 5 മിനിറ്റ് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് മനസ്സ് കൂളായിട്ടിരുന്ന് പഠിച്ചു നോക്ക്. നല്ല മനസ്സിലാവും. വരുന്നത് വെച്ച് എവിടെ വരുന്നത് അത് വെച്ച് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. മക്കള് വിചാരിച്ച നടക്കാത്ത കാര്യം. മോക്ക് നല്ല മാർക്ക് കിട്ടും. കഴിഞ്ഞ മിനിറ്റ് വരെ നീ മറന്നേക്ക്. ഇനി പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മതി, ഇത്ര സമയം മതി. നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ. സിലബസ് കുറച്ചേ ഉള്ളൂ. പക്ഷെ നീ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ട്. നിനക്ക് പൈലറ്റ് അല്ല എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ അല്ലാതെ ഓക്കെ അല്ലേ? മോള് മനസ്സിരുത്തി പഠിക്കുന്നു, പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും മോളെ. ഇത്രയും സപ്പോർട്ട് ഒന്ന് ഇനി ശരിയായില്ലേ? ഓക്കെ ആണോ? എഴുതാല്ലേ? പിന്നെ അല്ലാതെ. പിന്നെ അല്ല, നീയും കൂടെ നോക്കണം. അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. ചേച്ചി ഉണ്ടല്ലോ കൂടെ. കഴിഞ്ഞാ ഓക്കെ അല്ലേ? മോള് എഴുന്നേറ്റേ ഒന്ന് ഫ്രഷ് ആയിട്ട്. ഇത്ര സില്ലി കാര്യത്തിനാണ് എന്റെ കൊച്ചു നമ്മള് പറഞ്ഞൊന്നും വേണ്ട. അവള് മിടുക്കി കുട്ടിയായി കഴിഞ്ഞു. ഇനി പുതിയൊരു പിങ്കി ബോളാണ്. പോട്ടെ.